ഹലോ ഗൈസ്, എല്ലാവർക്കും അതൊന്നാമത് ബ്ലോക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ കളി കളിക്കാൻ പോവാണ്. അതൊരു ട്രഷർ ഹണ്ടാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും രണ്ടാമത്തെ ആളാരാണെന്ന്. അതെൻ്റെ ചേട്ടായിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കളി തുടങ്ങാം. ഗൈസ്, ഇതാണ് എൻ്റെ അനിയനൊരു ചെറിയ ചാനലൊക്കെ ഉണ്ട്. പേരെന്താണെന്നൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. വേണമെങ്കിലല്ല, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തേക്കാം എൻ്റെ അനിയനല്ലേ. അപ്പോൾ ഗൈസ്, നമ്മൾ ട്രഷർ ഹണ്ടേഴ്സൊക്കെ അല്ലേ കളിക്കണേ. അപ്പോൾ എന്തായാലും കുഴിക്കാൻ വേണ്ടി ഒരു നല്ല എക്യുപ്മെൻറ്റ് വേണ്ടി വരും. അതാണ് ദി വൺ ആൻഡ് ഓൺലി ചുറ്റിക. അപ്പോൾ ഗൈസ്, ഇതാണ് ചുറ്റിക എന്ന ചുറ്റിക. ഇതിലൊരു പ്രത്യേകതയുണ്ട്. അത് തിരിച്ചു പിടിച്ചാൽ നമുക്കത് സ്ക്രൂ ഡ്രൈവറായിട്ട് ഉപയോഗിക്കാം. അത് കാരണം കൂടെ തന്നെ നമുക്ക് കുഴിക്കാനും പറ്റും. അപ്പം ഗൈസ്, നമ്മൾ കുഴിച്ചിട്ട് സ്ഥലങ്ങൾ കണ്ടുപിടിക്കല്ലേ നമ്മൾ വേണ്ടത്. കാരണം ഞങ്ങൾക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങൾ കുഴിച്ചിട്ട സ്ഥലം ഇതാണ്. അപ്പം അവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പല സാധനങ്ങളും കുഴിച്ചിട്ടിട്ടുണ്ടാവും. ഞങ്ങൾ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കും. അപ്പം നിങ്ങൾ അത് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഓരോ ട്രഷറായിട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഇവിടെ ഒരു പാവയ്ക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങോട്ടാട്ടോ നമ്മൾ ഫസ്റ്റ് പോകുന്നത്. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണും. ഇവിടെ അതെന്തുവാ ഇത്? എന്താണത് ആ വെളുത്ത് കാണുന്നത്? ആദിനാഥ്, ഇവിടെ എന്തോ വെളുത്ത് കാണുന്നു. കുഴിച്ചു നോക്കാം, അവിടെ എന്തെങ്കിലും ഉണ്ടോ? വേഗം കുഴിച്ചു നോക്കൂ ഗൈസ്. ആയുധം എടുത്താട്ടോ വരവ്. നമ്മൾ ചുറ്റിക്കെടുത്ത് കുഴിച്ചു നോക്കാൻ പോവാണ്. എന്താ സാധനം എന്ന് നിങ്ങൾക്ക് അല്ല, അതിന് മുമ്പ് ഇതെന്നാ സാധനം എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. എന്താ സാധനം ഒന്ന് നോക്ക്. കുറച്ചും കൂടി ക്ലിയർ ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കേ. ഇനി കണ്ടുപിടിക്കാം. ഈ ടൈം മെൻഷൻ ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടു ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ ഞങ്ങൾ കുഴിക്കുന്നതിന് മുമ്പ് വീഡിയോ പോസ്റ്റ് ചെയ്ത് അതെന്താണെന്നൊരു കമൻറ്റ് അങ്ങ് ഇട്ടേക്കണം കേട്ടോ. അങ്ങനെ എത്രണ്ണം ശരിയായെന്ന് മാർക്ക് ഇടണം. കുഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പം നമ്മൾ ഇത് കുഴിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതെന്താണെന്ന്. എല്ലാവർക്കും അറിയാം, ഇതൊരു പെപ്സോഡൻറ്റിൻ്റെ ടൂത്ത് പേസ്റ്റാണ്. ഇന്നലെ തേച്ച് തീർന്നതാണ് ഗൈസ്. കണ്ടുപിടിച്ച സാധനമൊക്കെ ഇവിടെ ഇട്ടുണ്ടാവുമേ. ഇനി ഇവിടെ ഒരു ചെറിയ മാവും ഒരു കപ്പളവും ഉണ്ട്. അതിൻ്റെ താഴെയാട്ടോ നമ്മുടെ അടുത്ത ട്രഷർ ഹണ്ട്. ഇവിടെ നോക്കാം ഗൈസ്. ഇവിടെ ഗൈസ്, അതെന്തുവാണ് ആ പച്ച? എന്തോ ചെടി വളർന്നിരിക്കുന്നതാണെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ ഗൈസ്, ഒരു നീല സാധനം കാണുന്നു. വാട്ട്സ് ദാറ്റ്? ഗൈസ്, ഞങ്ങൾക്ക് അതെന്താണെന്നറിയാം. ഞങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് കാണിച്ചു തരാം. കിട്ടിയവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് ഒരിക്കലും മറക്കരുത്. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. മനസ്സിലായ ഒരു ടൈം മെൻഷൻ ചെയ്ത് ഒന്നുകൂടെ കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ ഗൈസ്, ഇനി നിങ്ങൾ നോക്കുമോ. ഇതാണ് ഞങ്ങൾ ഇത്ര ആണ് ഓപ്പൺ ചെയ്ത് തരും. നിങ്ങൾക്ക് ഒരു 3 സെക്കൻഡ്സ് കൂടെ തരാം. 1 2 3. ഓക്കെ ഗൈസ്, ടൈം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മളിത് കുഴിച്ചു നോക്കാൻ പോവുകയാണ് ഗൈസ്. എല്ലാവരും നോക്കിക്കോ. ഇത് എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്തത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഒരു ഉജാല ബോട്ടിലാണ് ഗൈസ്, ഇന്നലെ അലക്കി തീർന്നതാണിത്. അടുത്തതായി ഇവിടെ ഒരു വാഴയുണ്ട്. വാഴയുടെ ചോട്ടിൽ എന്തോ സാധനം. വാട്ട്സ് ദാറ്റ്? മുള്ളു പോലെയില്ലേ ഗൈസ്? അത് വല്ല മുള്ളമ്പന്നിയുമാണ്. മുള്ളമ്പന്തി ഗൈസ്, ഞാൻ ചുമ്മാ അറിഞ്ഞാണ്. മുള്ളമ്പന്തി ഒന്നുമല്ല, മുള്ളംപന്നി ഒന്നും ആവാൻ സാധ്യതയില്ല. നമുക്ക് എന്താണെന്ന് കുഴിച്ച് നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ സംഭവം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം.
ഇച്ചിരിയോടെ വിസിബിൾ ആക്കാം. ഇച്ചിരിയോടെ വിസിബിൾ ആക്കാം. ഇച്ചിരി കൂടി വിസിബിൾ ആക്കാം. ചിരി. അത് മതി. നിങ്ങൾക്ക് മനസ്സിലേക്കാണ് നീളത്തിലുള്ള ഒരു സാധനമാണെന്ന്. എന്താണെന്ന് മനസ്സിലായവർ കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ കുഴിക്കാൻ പോവാണ്. അല്ല 3 സെക്കൻഡ്സ് തരാം. 1 2 3. ടൈം കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ കുഴിക്കാൻ പോവാണ് ഗൈസ്. നിങ്ങൾക്കത് ഇപ്പൊ തന്നെ മനസ്സിലായി കാണും. അത് ഒരു ബ്രഷാണ് ഗൈസ്. പല്ല് തേക്കുന്ന ബ്രഷ് അല്ല, ഇത് വേറെന്തോ ചെയ്യുന്ന ബ്രഷാണ് ഗൈസ്. കാണിക്കുക ബ്രഷ് ഗൈസ്. ബ്രഷ് കണ്ടാലേ അറിയാം നല്ല പഴക്കമുണ്ട്. ഇത് ഇന്നലെ കളഞ്ഞൊന്നുമല്ല. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഇത് 2000 അറിഞ്ഞൂടാ ഗൈസ്. ഇവിടെ ഒരു 2 പൊത്ത് പോലെ എനിക്ക് തോന്നുന്നു ഗൈസ്. പണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്കൊന്ന് കുഴിച്ച് നോക്കിയാലോ. പിന്നെ ഗൈസ് ഇങ്ങോട്ട് പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. ഇവിടെയാണ് ഇച്ചിരി മുമ്പ് ഒരു ചെടി എന്നും പറഞ്ഞ് ഞാൻ കാണിച്ചു തന്നത്. ഒരു പച്ച ചെറിയ സാധനം. പക്ഷെ അതിപ്പോൾ കാണുന്നില്ല. എന്തോ ഡൗട്ട് അടിക്കുന്നു. പിന്നെ ഗൈസ് ഈ കുഴി ഉണ്ടോ? ഈ കുഴി നിങ്ങൾ ഒട്ടും മറക്കില്ല. കാരണം എന്താണ്? അത് ഉജാല കുഴിച്ചിട്ട കുഴിയാണ് ഗൈസ്. ഈ കുഴികൾ എന്താ നമുക്കൊന്ന് സെർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. കുഴിച്ചോ? അപ്പോൾ ഗൈസ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിബിൾ ആക്കി തരാം രണ്ടും. ഗൈസ് ഇത് നിങ്ങൾക്ക് തോന്നുന്നു ഇത് നമുക്ക് പോലും അറിയാത്ത എന്തോ സംഭവമാണ്. അതുകൊണ്ട് വിസിബിൾ ആക്കിയിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് ഡയറക്റ്റ് കുഴിക്കാം. ഡയറക്റ്റായിട്ട് കുഴിച്ചോളൂ. വേറൊന്നുമില്ല. ഓ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തായാലും മനസ്സിലായി സാധനം. ഗൈസ് ഞങ്ങൾക്കൊരു പിടി കിട്ടിയിട്ടുണ്ട് എന്താണെന്ന്. അത് കാരണം നിങ്ങൾക്കൊരു ചാൻസ് തരാം അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ. ഗൈസ് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ചെറിയ സാധനമാണ്. നിങ്ങളുടെ വീട്ടിൽ ചെടി ഉണ്ടെങ്കിൽ ഈ സാധനം ഉണ്ടാവും അവിടെ. ചെടി എന്ന് വെച്ചാൽ വർഷങ്ങളോളം വളർന്ന് നിൽക്കുന്ന ചെടി. വളർന്ന് വലുതായാൽ ഒരു ഇടി വെട്ടിയാൽ അത് പോകാൻ ചാൻസും ഉണ്ട്. കേരളത്തിന്റെ എല്ലാം മാറ്റിക്കഴിഞ്ഞ കേരവൃക്ഷം എന്ന് പറഞ്ഞ ചെടിയുടെ രൂപമുണ്ടാക്കാം. രൂപമല്ല ഗൈസ്, പേര്. അപ്പോ ഗൈസ് ഇത് നമ്മളെ വൃക്ഷത്തിൽ നിന്ന് വീഴുന്ന ഒരു സാധനമാണിത്. അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് പിടിയിട്ടി കാണും. ചെറിയ സാധനമാണെങ്കിൽ ഒരേ ഒരു സാധനം ആവാനേ ഗൈസ് 3 സെക്കൻഡ് ഞങ്ങൾ ഇപ്പൊ തരാട്ടോ. 1 2 3. ഗൈസ് സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് കുഴിച്ചു നോക്കാം. ഗൈസ് ഇതാണ് ആ സാധനം. മച്ചിങ്ങ. ഗൈസ് മച്ചിങ്ങ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് മച്ചിങ്ങനെ വിട പറയാം. മച്ചിങ്ങ പോയില്ല ഗൈസ്. സൈഡിൽ ഒരു സ്ഥലവും കൂടെ ഉണ്ടെന്ന് പറയില്ലേ, അതാണിത്. ഇത് ഒന്നോടെ കുഴിച്ചു നോക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങൾക്ക് അതെന്താന്ന് ഇപ്പൊ തന്നെ പിടി കിട്ടി കഴിഞ്ഞു ഗൈസ്. കുഴിക്കാൻ പോവാണ്. അത് കാരണം നിങ്ങളും അത് കണ്ടുപിടിക്കണം. ആദ്യത്തെ മച്ചിങ്ങയും ഈ സാധനവും കാണുന്നതിന് മുമ്പ് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുകയാണ്. പ്ലീസ് അത് കമൻറ്റ് ചെയ്യണം. ഗൈസ് ഇവിടെ ഒന്നുമില്ല ഗൈസ്. ദാറ്റ് ഈസ് എ പ്രാങ്ക് എന്നൊക്കെ പറയാം ഗൈസ്. ഇവിടെ ഒരു സാധനമുണ്ട്. അതാണ് ഞങ്ങളുടെ ക്ലൂ. അയ്യോ സോറി ഗൈസ്, ഞാൻ വിസിബിൾ ആക്കി. ഇല്ല, കണ്ടവർക്കൊക്കെ പറയാൻ പറ്റും. കണ്ടില്ലാത്തവർക്ക് ഇത് നോക്കി ഒന്നും കൂടി പറയാവുന്നതാണ്. കണ്ടില്ലാത്തവർക്ക് ഞങ്ങൾ എക്സ്ട്രാ 3 സെക്കൻഡ് തരാം. 1 2 3 സമയം കഴിഞ്ഞിരിക്കുന്നു. 5 6. അങ്ങനെ സമയം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്കൊന്ന് കുഴിച്ചു നോക്കാം. കുഴിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ തിങ് തന്നെയാണ് ഗൈസ് ഈ തിങ്. ഗൈസ് ഫസ്റ്റത്തെ പോലെ നമുക്ക് ഇതിനെ വലിച്ചെറിഞ്ഞാലോ? അറിയാം ഗൈസ്. അത് പിന്നെ പോയില്ല. ഇതെന്താണ് മച്ചിക്ക് ഇങ്ങനെ? അപ്പോൾ ഗൈസ് ഞങ്ങൾ അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എത്ര പേരെ ശരിയായെന്നുള്ള മാർക്ക് ഇടണം. ഈ വീഡിയോ ഞങ്ങളുടെ 2 പേരുടെ ചാനലിലും വരും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ. പിന്നെ ഗൈസ് എൻ്റെ ചാനലിൻ്റെ പേര് ആദിനാഥ് വ്ളോഗ്സ് എന്നാണ് കേട്ടോ.